നമുക്കറിയാം ഈ ഒരു സീസണിൽ കോൺസിക്യൂട്ടീവായിട്ട് 4 എൽ ക്ലാസിക്കോ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു. ഈ ഒരു ലാസ്റ്റ് എൽ ക്ലാസിക്കോ നടന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറിന് അവസാനം വെച്ച് സബ് ചെയ്ത സമയത്ത് ബാഴ്സലോണയുടെ ഒരു ആരാധകൻ ചോദിക്കണം, ഒരു ബീച്ച് ബോൾ കാണിച്ചിട്ട് വേർ ഈസ് യുവർ ബാലൻഡിയോർ എന്നുള്ളത്. എനിക്കറിയില്ല ഈ ഒരു റയൽ മാഡ്രിഡ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിനോട് വേർ ഈസ് യുവർ ബാലൻഡിയോർ എന്ന് ചോദിക്കുന്നത് എന്താണ് അർത്ഥമുള്ളതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കോപ്പ ഡെൽ റേ ഫൈനൽ കഴിഞ്ഞ സമയത്തും കോപ്പ ഡെൽ റേ ഫൈനലിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു. റയൽ മാഡ്രിഡിന്റെ ടീംസ് എല്ലാവരും ഇറങ്ങി വരുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറെ കണ്ട സമയത്ത് ബാഴ്സലോണയുടെ ആരാധകർ പറയാണ് ക്രൈമോർ. എന്തിനാണ് ഈ ഒരു വിനീഷ്യസ് ജൂനിയറിനെ ഇത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. 2024 ബാലൻഡിയോർ വിനീഷ്യസ് ജൂനിയർ ഡിസേർവ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത് റോഡ്രിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ബാഴ്സലോണയുടെ ആരാധകർ ചെയ്യുന്നത് കണ്ടാൽ തോന്നും അത് ബാഴ്സലോണയുടെ ഏതോ ഒരു പ്ലെയർ വിൻ ചെയ്ത പോലെയാണ്. എനിക്കറിയില്ല ബാഴ്സലോണയുടെ ആരാധകർ എന്തിനാണ് അത് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത്. എന്തായാലും വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് ഇപ്പോൾ റയൽ മാഡ്രിഡിലുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ്. അദ്ദേഹം വൺ ഓഫ് ദി ക്രൂഷ്യൽ പ്ലെയർ ആണ് റയൽ മാഡ്രിഡിന്റെ. ഇനി സാബി അലൻസോയുടെ അണ്ടറിൽ വിനീഷ്യസ് ജൂനിയർ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.